ഹലോ, നമസ്കാരം. സംഭവം അധ്യായം 1. സിനിമ കണ്ടു. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ആസിഫലിയുടെ അനിയനാണ് നായകൻ, അസ്കർ അലി. അതുപോലെ ഈ സംവിധായകൻ്റെ ആദ്യത്തെ മൂവിയാണ്. എനിക്ക് ഈ പടം ആദ്യത്തെ ഒരു മുക്കാൽ മണിക്കൂർ എനിക്ക് അങ്ങനെ അങ്ങോട്ട് കണക്റ്റായില്ല. കണക്റ്റായില്ല എന്നല്ല, എനിക്ക് അങ്ങോട്ട് എന്തോ. പക്ഷേ പക്ഷേ ഇൻ്റർവെല്ലിനോടെടുക്കുന്ന കുറച്ച് ടൈമുണ്ട്, കുറച്ച് റിവീലിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അവിടുന്ന് തൊട്ട് ഈ പടത്തിനൊരു പോക്കുണ്ട്. പിന്നെ പിന്നെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു സിനിമയുടെ ഉള്ളിലായിട്ട് കടന്നിങ്ങനെ കളിക്കും. ഈ പടം എല്ലാവർക്കും വർക്കൗട്ട് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയവർക്ക് ഇതൊരു കിഡിലൻ മൂവിയാവും. അല്ലാത്തവർക്ക് ഇത് എന്ത് തേങ്ങയാണ് എടുത്തേക്ക് തോന്നിപ്പോകും. എന്നാലും ഇതൊരു മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം അല്ല. മലയാളത്തിൽ വേറെ പടമുണ്ട്, ചുരുളി. പക്ഷെ അത് കുറേ LJB ഫാൻസ് ഉണ്ട്, അവർക്കത് ഇഷ്ടപ്പെടും. എന്നുവെച്ചാൽ ഒരു തേങ്ങ മനസ്സിലായിട്ടുണ്ടാവില്ല ഇനിയും, എന്നാൽ കിട്ടില്ല മൂവി എന്ന് പറയുമെങ്കിൽ അവർക്ക് അത് അങ്ങനത്തെ ഇഷ്ടപ്പെടും. ഞാൻ LJB ഫാനിൻ്റെ ആണ്. എനിക്ക് അങ്കമാലിയും അതുപോലെ പിന്നെ ഒരു പടമുണ്ടല്ലോ, ജല്ലിക്കെട്ട്, അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ വേറെ കുറേ ആർട്ട് ഫോം എന്ന് പറഞ്ഞിട്ട് കുറേ സാധനം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്കിതിലൊരു നെഗറ്റീവ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, തമിഴ് ഇതിൽ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ കുറച്ച് തമിഴ് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയതാണ്. അതായത് എനിക്ക് കറക്റ്റ് തമിഴ് കേട്ടാൽ മനസ്സിലാവുന്നതുകൊണ്ടായിരിക്കാം ഇവരിതിൽ തമിഴ് പഠിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതായത് തമിഴ് പഠിച്ച് നമുക്ക് ഒരു മലയാളികൾ തമിഴ് പഠിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാവും ഒരു ഇതുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നി. പക്ഷെ പടം കിട്ടില്ല പടമാണ്. ക്ലൈമാക്സിൽ അദ്ദേഹം 2ക്കുള്ളൊരു സാധനം വെച്ച് നിർത്തുന്നുണ്ട്. അത് കണ്ടാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ ചെയ്യാൻ പോകണമെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും. അദ്ദേഹം 2 മസ്റ്റ് വാച്ചായിരിക്കും. മസ്റ്റ് വാച്ചായിരിക്കും. അപ്പം എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.